ഇന്ന് നമുക്ക് ഒരു എംബ്രോയ്ഡറി ക്ലാസ് ആണ് പഠിപ്പിക്കുന്നത്. എംബ്രോയ്ഡറി മെഷീനാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ എംബ്രോയ്ഡറി മെഷീനെ കുറിച്ച് നൂലിടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. അതിപ്പം അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പം എൻ്റെ എംബ്രോയ്ഡറി മെഷീൻ ഇതാണ് കേട്ടോ. ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മെഷീൻ ഇതാണ്. നമുക്ക് ഈ ഒരു കണ്ടോ, ഈ 0 1 2 3 4 5 ഇവിടെ നിന്ന് തുടങ്ങി 0 ആകുമ്പോൾ നമ്മൾ ഓപ്പൺ സ്വിച്ച് ഇട്ടാൽ കറണ്ടിലല്ലേ, സ്വിച്ച് ഇട്ട ഉടനെ അനങ്ങത്തേ ഉള്ളൂ, റണ്ണിങ് ഇടും. ഇച്ചിരി കൂടെ വീതി കൂട്ടിയതാണ് ഈ 1. രണ്ടാമത്തേതാകുമ്പോൾ കുറച്ചും കൂടെ വീതി, മൂന്നാമത്തത് അതിനേക്കാൾ ഇച്ചിരി കൂടെ, നാലാമത്തത് അതിലും വീതി, അഞ്ചാമത്തെ വരുമ്പോൾ ഫുൾ വീതി വരും. അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുന്നതാണ് നമുക്ക് ഫുൾ വീതിയിൽ ഡിസൈൻ കിട്ടുന്നത്. നമ്മുടെ മുട്ടുകൊണ്ട്, എൻ്റെ കാൽമുട്ട് കൊണ്ടാണ് ഈ ഡിസൈനെ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തിയും വെക്കുകയും ചെയ്യുമ്പോഴാണ് കാൽമുട്ട് കണ്ടോ. എൻ്റെ ഈ സ്റ്റാൻഡ് ഉണ്ടോ, ഈ സ്റ്റാൻഡിൽ നമ്മുടെ കാൽമുട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഡിസൈൻ വീതി കൂട്ടി, ഇപ്പം വീതി കൂട്ടി, നമുക്ക് ഏതിൽ വീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത് വീതി കൂട്ടി, അതേപോലെ തന്നെ വീതി കുറച്ചു. നമ്മുടെ കാൽമുട്ട് കണ്ട് കണ്ടോ, പതുക്കെ 1 2 3 നമുക്കത് പോയി. അതുപോലെ തന്നെ ഇത് കുറച്ച് ഒരു പൂവ് തുടങ്ങുമ്പോൾ, ഒരു ഡിസൈൻ തുടങ്ങുമ്പോൾ ആദ്യം സ്റ്റാർട്ട്, പിന്നെ ഇങ്ങനെ ചെന്ന് കൊണ്ട് വീതി കൂട്ടി, വീതി കുറച്ച്, വീതി കൂട്ടി, സെൻറ്ററിലാകുമ്പോൾ വീതി കൂട്ടി, അതേപോലെ തന്നെ കുറച്ച് 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 ഇങ്ങനെ വരണം. അങ്ങനെ ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഒരു പൂവിൻ്റെ കറക്റ്റ് രൂപം വരുന്നത് കേട്ടോ. ഒക്കെ നമ്മൾ കാൽമുട്ടാണ് കൊണ്ടാണ് തട്ടി, കാലിൻ്റെ മുട്ട് കൊണ്ട് തട്ടിയാണ് ഡിസൈൻ നമുക്ക് ഓക്കെ ആക്കി എടുക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നെ ഇത് ടെൻഷൻ ബാറാണ്. അപ്പോൾ നൂല് ടൈറ്റായാൽ നമ്മൾ ഇവിടാണ് ലൂസാക്കി കൊടുക്കുക. അത് കറക്റ്റാക്കി നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ. ഓക്കെ, ഇതിൻ്റെ സൂചി ഇടുമ്പം ഫ്രണ്ടിലോട്ടാണ് എൻ്റെ ഹോൾ വരുന്നത് കണ്ടോ. ഈ നമ്മൾ സാധാരണ സൈഡിലല്ലേ, ഇതിൻ്റെ സൂചി സെൻറ്ററിലാണ്, നമ്മുടെ നേരെ നിന്ന് ബാക്കിലോട്ടാണ് കൊടുത്തു പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്കിത് ഇപ്പം ഞാൻ ഏത് വീതിയിലാണ് വേണ്ടതെന്ന് വെച്ചിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പം ഒരു മൂന്നാമത്തെ വീതി മതിയെന്ന്, ആ വീതി തന്നെ നമുക്ക് ആ വീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ സ്ക്രൂ ഇങ്ങനെ അവിടെ കൊണ്ട് ആ മൂന്നാമത്തെ നമ്പറിലോട്ട് ആ പോയിന്റ് കണ്ടോ, ആ പോയിന്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂ അങ്ങ് ടൈറ്റ് ആക്കുമ്പോൾ പിന്നെ അത് നീങ്ങി പോകില്ല, ആ 3-ൽ തന്നെ. പിന്നെ ഞാൻ മുട്ട് തട്ടുന്നില്ല. പിന്നെ നമ്മൾ ഓൺ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ആ 3-ലെ നമ്പർ വീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിൽക്ക് നൂല് കൊണ്ടാണ് ഇത് തയ്ക്കുന്നത്. എംബ്രോയ്ഡറി തയ്ക്കുമ്പോൾ സിൽക്ക് നൂലാണ് കണ്ടല്ലേ. ഈ തണുപ്പ് തട്ടാതെ നമ്മൾ സൂക്ഷിക്കണം. നൂല് നമ്മൾ കട്ടി കുറഞ്ഞ നൂലാണ് കേട്ടോ. കട്ടി കുറഞ്ഞ നൂലാകുമ്പോൾ പൊട്ടിപ്പോവും. നമ്മൾ തയ്ക്കുന്ന നൂലിന് നമുക്ക് തണുപ്പ് തട്ടിയാലും പിന്നെയും തയ്ക്കാൻ പറ്റും. പക്ഷേ എംബ്രോയ്ഡറി നൂല് തന്നെ തണുപ്പ് തട്ടിയാൽ തയ്ക്കാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പം നമ്മളെപ്പോഴും അതിനെ സൂക്ഷിച്ച് വെക്കണം. ബോക്സിലിട്ടിട്ട് അടച്ച് വയ്ക്കുക, പൊടിയൊന്നും കിട്ടാതെ, ആ നൂലിലൊന്നും പൊടി കയറരുത് കേട്ടോ. അപ്പോൾ സിൽക്ക് നൂലാണ് വാങ്ങിക്കുന്നത് എംബ്രോയ്ഡറിക്ക്. വേണ്ടേ, ഇത് ഗോൾഡൻ നൂലാണ്. സിൽക്ക് നൂല് പല കളറിൽ നമുക്ക് കിട്ടും. ഡബിൾ ഷെയ്ഡുണ്ട്, ത്രിബിൾ ഷെയ്ഡുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകൾ ഒരു ത്രെഡിൽ തന്നെ നമുക്ക് 2ഉം 3ഉം കളറുള്ള നൂലുകൾ കിട്ടും കേട്ടോ. തയ്ച്ച് ചെയ്യുമ്പം അപ്പോൾ നൂല് മാറ്റിയിടണ്ട, ആ ഒരു നൂലിൽ തന്നെ എല്ലാം ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒറ്റ കളറാണെങ്കിൽ ഇപ്പോൾ ലീഫിന് വരുമ്പം പച്ച, ഫ്ലവറിന് വരുമ്പം റെഡ്, അല്ലെങ്കിൽ ഏത് കളറാണെന്ന് വെച്ചാൽ അത് മാറ്റി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നൂലിനെ കുറിച്ച് മനസ്സിലാവും. ബോബിൻ നൂലിനകത്ത് ഇടുന്നത്
ബോബിനകത്ത് ഇതിൻ്റെ നൂലിടുന്നത് നേരത്തെ പണ്ടൊക്കെ ഇടുന്നത് ഇതായിരുന്നു. ബോബിൻ്റെ ഒരു നമ്മുടെ ലോക്ക് മെഷീൻ്റെ നൂല് പോലെ കട്ടി കുറഞ്ഞത് എംബ്രോയ്ഡറി മെഷീന് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ കിട്ടാനില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഈ നൂല് നമ്മൾ പൂ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ നൂല് തന്നെ ഇതേ കളറ് നമ്മൾ അടിയിൽ ബോബിലിടണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് ഈ കളറ് തന്നെ പൂ തയ്ക്കാൻ എടുക്കുന്ന ഏത് കളറാണോ ആ കളറ് തന്നെ ബോബിൻ കേസിലും ഇടുക. അപ്പോൾ എന്താ, നമ്മൾ വെള്ള നൂല് അടിയിൽ ബോബിനിട്ടാൽ ഈ സ്റ്റിച്ച് കൊണ്ട് നമ്മൾ പൂ തയ്ക്കുമ്പം മെഷീനിൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു തുണിയിൽ ടൈറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുരുങ്ങി ടൈറ്റ് വരുമ്പോഴത്തേക്ക് അടി നൂല് നമ്മൾ വെള്ളയാന്നല്ലോ ഇട്ടേക്കുന്നത്, അതിങ്ങനെ മുകളിൽ എടുത്ത് കാണിക്കുക. പക്ഷേ ഈ അതാത് കളർ ആകുമ്പോൾ അങ്ങനെ എടുത്ത് കാണിക്കത്തില്ല, അറിയത്തില്ല കേട്ടോ, ഫില്ല് ചെയ്ത് പോവും. അപ്പം കഴിയുന്നതും ബോബിൻ നൂലിടുമ്പോൾ നമ്മൾ മുകളിൽ പൂ തയ്ക്കാൻ ഏത് കളർ ഇടുന്നോ അതുകൊണ്ട് തന്നെ ബോബിൻ നൂലിടുക. ഓക്കെ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറിയ കട്ടർ വേണം കേട്ടോ. നൂലിങ്ങനെ ത്രെഡ് കട്ടർ, നമ്മൾ നൂലിങ്ങനെ നൈസ് നൂലല്ലേ, അപ്പം കൈ കൊണ്ടൊന്നും കട്ട് ചെയ്യാതെ ഇതുകൊണ്ട് തന്നെ പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് കട്ടായി വരും. നൂല് വേണം, കട്ടർ വേണം, ചെറിയ കത്രിക വേണം. അത് കഴിഞ്ഞിട്ട് എംബ്രോയ്ഡറിയുടെ ഫ്രെയിം വേണം. ഫ്രെയിം വേണം. ഈ ഫ്രെയിം വേണ്ടേ, കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് ഫ്രെയിം കിട്ടുന്നത് കടയിൽ നിന്ന്. ഇങ്ങനെയാണ് ഫ്രെയിം കിട്ടുന്നത്. ആ സ്ക്രൂ ഉള്ള റിങ് അടിയിലിടും. ഇതിൻ്റെ മുകളിൽ നമ്മൾ തുണിയിടും. കണ്ടോ, ഇതിൻ്റെ സ്ക്രൂ ഉള്ള റിങ് അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ തുണി ഇട്ടിട്ട് ഈ റിങ് മുകളിൽ വെക്കും. അത് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ആ റിങ് അടിയിലിട്ടു, മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മൾ തുണി ഇട്ടു. ഈ റിങ് അതിൻ്റെ മുകളിൽ വെച്ച് എന്നിട്ട് ചുളിവൊന്നും ഇല്ലാതെ കറക്റ്റ് ആക്കണം. എന്നിട്ട് എല്ലാ സൈഡും, ഇത് റഫായിട്ടൊരു തുണിയാണ് കേട്ടോ, നിങ്ങളെ പഠിപ്പിക്കാൻ എടുത്ത തുണിയാണ്. ഉണ്ടോ, ഇതേപോലെ നിൽക്കണം, ഒട്ടും ലൂസ് പാടില്ല. എല്ലാ സൈഡും കറക്റ്റാക്കി, നമുക്ക് ലൂസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ. എല്ലാ സൈഡിലും ഇതേപോലെ പതുക്കെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ഇടാം. ആദ്യം ഞാൻ ഒരു 5 ലൈൻ എടുക്കുന്നുണ്ട് കേട്ടോ. 1 2 3 4 5 കഴിഞ്ഞിട്ട് ഒരു ലൈനും കൂടെ കൊടുക്കുന്ന 6 ലൈൻ എടുക്കുന്ന. ഈ 6 ലൈൻ എടുത്തതിൻ്റെ ഉദ്ദേശം എന്താ, നമ്മുടെ ലൈൻ എടുത്തതിൻ്റെ ഉദ്ദേശം 0 കാണുന്നില്ലേ, 1 2 3 4 5, ഈ 6 ലൈന് നമുക്ക് പ്രവർത്തനം 6 ലൈനിലും ഞാൻ മെഷീൻ ഓൺ ചെയ്തിട്ട് 0-ലുള്ള വീതി കാണിച്ചു തരും, 1-ലുള്ള വീതി കാണിച്ചു തരും, 2-ലുള്ള വീതി കാണിച്ചു തരും, 3-ൽ 4-ൽ 5-ൽ ഈ വീതിയല്ല. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ക്ലാസ് ഇതാണ് കേട്ടോ. ഓക്കെ. മുട്ടുകൊണ്ടാണ് തട്ടി നമുക്ക് വീതി കൂട്ടുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഞാനിപ്പം 0-ലാണ് തുടങ്ങുന്നത്. ഈ 5 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, 0-ൽ നമുക്ക് കൊടുക്കാം. ഫ്രെയിം പിടിക്കുമ്പോൾ ഇതേപോലെ പിടിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം.
ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കുക കയ്യിൽ, എന്നിട്ട് നമുക്ക് പതുക്കെ കൈ അകത്തി പിടിക്കുക. പിന്നെ നമ്മൾ തയ്ച്ച് സ്പീഡായി കഴിഞ്ഞാൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പോകാം. ഓക്കെ. ഇത് സീറോയുടെ സ്റ്റിച്ചാണ്, ഞാൻ കാലുകൊണ്ട് അനക്കുന്നില്ല. ഇത് എന്താ റണ്ണിങ് സ്റ്റിച്ച്, നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചേ വരുള്ളൂ. ആ ലൈൻ കൂടെ മുകളിൽ, നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് പോവുക കേട്ടോ. ഇത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച്, ഒട്ടും വീതിയില്ല അല്ലേ. ഇത് ഇങ്ങനെയുള്ളൊരു കത്രിക എല്ലാവർക്കും വേണം, നൂല് വെട്ടുന്ന ചെറിയ കത്രിക കേട്ടോ. ത്രെഡ് കത്രിക എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ വർക്ക്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് താഴേന്ന് ഇങ്ങനെ ഉണ്ട്. ഇനി 1 സ്റ്റിച്ചാണ്, ഞാൻ മുട്ടുകൊണ്ടൊന്ന് താഴ്ത്തി 1 കൊണ്ടുവന്ന് കേട്ടോ. അപ്പൊ ഇതിനെ ഈ 0 ഇച്ചിരി കൂടെ വീതി കാണും. ഇത് 1 സ്റ്റിച്ച്, 0 കഴിഞ്ഞ് 1 സ്റ്റിച്ച് വന്നപ്പം ഇച്ചിരി കൂടെ വീതി ഉണ്ട് അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച്. അത് വരുമ്പം കുറച്ചുകൂടെ 2-നേക്കാളും അല്ല 1-നേക്കാളും ഇച്ചിരി കൂടെ വീതി വരും. അടുപ്പിച്ച് നമ്മളെ ഈ ഫ്രെയിം താഴോട്ട് മൂവ് ചെയ്യണം. നമ്മുടെ ഈ ഫ്രെയിം തയ്ച്ച് മുകളിലോട്ട് പോവല്ലേ നമ്മൾ തയ്ച്ച്, അപ്പൊ ഇത് താഴോട്ട് പതുക്കെ നീക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ വശത്തോട്ട് നീക്കി കൊടുക്കണം. രണ്ടിലെ സ്റ്റിച്ച് 0-ഉം 1-ഉം 2-ഉം കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് 3-ലെടുക്കാം. എടുക്കുമ്പോൾ നമ്മൾ ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. 3 വരുമ്പോ അവിടെ തന്നെ വെച്ച് മുട്ട് തട്ടണ്ട. മൂന്നിലോട്ടാക്കിയിട്ട് നമ്മുടെ ആ സ്ക്രൂ ടൈറ്റ് ആക്കുമ്പോൾ 3-ലവിടെ ഇരുന്നോളും. നമ്മുടെ ഫ്രെയിം മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുന്നത് കേട്ടോ. ഞാൻ ഇത് കണ്ടോ, നൂല് ഫ്രെയിം ടൈറ്റ് ആകുമ്പോഴാണ് ഈ അടിനൂല് കയറി വരും. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നല്ല തുണിയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നോക്കണം. അത് കുരുക്ക് വരുന്നെങ്കിൽ അത് മാറ്റണം കേട്ടോ. അപ്പൊ നമ്മള് 3-മത്തെ സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞല്ലേ. ഇനി 4-ലോട്ട് നമ്പർ ആക്കിയതിന് ശേഷം 4-ൽ ആ നമ്പർ വന്നതിന് ശേഷം ആ സ്ക്രൂവിനെ കണ്ടോ
ആ സ്ക്രൂവിനെ അവിടെ കൊണ്ടുപോയി 4-ലാക്കിയിട്ട് സ്ക്രൂ ടൈറ്റ് ആക്കി. ഇനി ഞാൻ 4-മത്തെയാണ് വീതി. ഇപ്പൊ ഈ 3-നേക്കാളും കുറച്ചുകൂടെ വീതി കാണും. ഇവിടുന്ന് തുടങ്ങുമല്ലേ, അപ്പം മുകളിലോട്ട് പോവുക. അതെ, അത്രയും നമ്മൾ ചെയ്ത് അവിടെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ആ തുണിയായിട്ട് ഒരു ടച്ച് വേണം കേട്ടോ. വേഗം അങ്ങ് സ്പീഡിൽ കയറി പോകരുത്. നമ്മളൊരു ഉദ്ദേശം നമുക്ക് എങ്ങനെ ഫിനിഷ് വൃത്തിക്ക് ചെയ്യാമോ അത്രയും വൃത്തിക്ക് വേണം ചെയ്യാൻ. സ്ലോയില് സ്പീഡ് കുറച്ച് ഞാനിനി ഇവിടെ നിർത്തി. ഇനി എനിക്ക് ഒന്ന് ഫ്രെയിമൊക്കെ ഇട്ട് നീക്കി ഇനി മുകളിലോട്ട് എനിക്ക് പോകണം. അന്നേരം അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കണ്ടോ അടിനൂല് കയറി വന്നുണ്ടോ. അപ്പൊ നമ്മൾ വേഗം ചെയ്തു പോകരുത്. അവിടെ നമ്മൾ ക്ലിയർ ആക്കണം അതിനെ. ഈ മോൾട്ടൻ നൂല് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ വരത്തില്ലേ അടിനൂല്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തു, ബോബിൻ കേസൊക്കെ എടുത്ത് കറക്റ്റ് ആക്കണം കേട്ടോ. ഇതിപ്പോ 4-മത്തെ സ്റ്റിച്ചാണ്, 4-മത്തെ നമ്പറിലെ സ്റ്റിച്ചാണ്. ഇനി എനിക്ക് 5-മത്തെ നമ്പർ മാക്സിമം വീതിയുള്ള നമ്പർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ 5-ലോട്ട് കൊണ്ടുവന്ന് ആ സ്ക്രൂവിനെ 5-ലോട്ട് കൊണ്ടുവന്നു. അഞ്ചിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ആ സ്ക്രൂ ടൈറ്റ് ആക്കി. ഇനി നമുക്ക് ഈ 4-നേക്കാളും വീതി വരും കേട്ടോ. കണ്ടോ, മാക്സിമം വീതി ഒരു പൂ തയ്ക്കുമ്പോഴായാലും ഒരു ലീഫ് തയ്ക്കുമ്പോഴായാലും നമ്മൾ ഈ വീതി കൊടുക്കേണ്ട സ്ഥലം സ്പേസ് വരും. അതിന്റെ വീതി ആ പൂവിന്റെ ലീഫിന്റെ ഒക്കെ വീതി അനുസരിച്ചാകുമ്പോൾ ഇത് ഈ വീതിക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്താ, അപ്പൊ നമ്മൾ 5 ലൈനും ചെയ്ത് കഴിഞ്ഞു. 0 എടുത്തു, 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, 4 എടുത്തു, 5 എടുത്തു. കണ്ട, സീറോ 1 2 3 4 5 ഈ 5 നമ്പറിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു റൗണ്ട് സ്റ്റിച്ച് ചെയ്യാം. റൗണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണ്ട അത് അകത്തിരി സ്പേസ് വിട്ട് ചെയ്യാം കേട്ടോ. ഇത് വരച്ചിട്ട് ചെയ്യാം, വരയ്ക്കാതെയും ചെയ്യാം. നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാതെ ചെയ്യാം. അപ്പൊ നമ്മൾ 0-ൽ തുടങ്ങി, 1-ൽ തുടങ്ങി, 2-ൽ ഈ സെന്റർ വരുമ്പോൾ 5-ലെത്തും. അതേപോലെ തുടങ്ങിയതുപോലെ തന്നെ തുടങ്ങി നിർത്തും. വീതി കുറച്ച്
വീതി കൂട്ടി നല്ലോണം കൂട്ടി പിന്നെ വീതി കുറച്ച് കുറച്ച് വരും. അങ്ങനെ ആകുമ്പോൾ ആ റൗണ്ട് സ്റ്റിച്ച് ഫിനിഷ് വരും. നമുക്ക് ചെയ്യാം. എന്താ എന്താ വീതി കൂട്ടി 1ലെയും 2ലെയും 3ലെയും ഇതാണ് അപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇതിനെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുമ്പോൾ ആ ഈ മഷി നമ്മൾ എഴുതിയ ലൈൻ ഉണ്ടല്ലോ അതിനെ അങ്ങ് കവർ ചെയ്ത് പോകും. നമ്മൾ ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് വരുമ്പോൾ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു പൊട്ടിന്റെ രൂപമായി. ഇതിനെ ഔട്ട്ലൈൻ കൊടുത്തു കഴിയുമ്പോൾ ആ നമ്മൾ എഴുതിയേക്കുന്ന അല്ലെ വരച്ചേക്കുന്ന അക്ഷരം കാണാതെ വരും, ഫില്ല് ചെയ്ത് പോകും. ഓക്കെ, അത് നോക്കിക്കോ. അപ്പൊ അതിന് ചുറ്റിലും എന്താ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. എന്താ അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുമ്പോൾ ആ സ്പേസ്, ഇടയ്ക്കുള്ള സ്പേസ് ഫില്ല് ചെയ്ത് വരും. ഉണ്ടോ? ഒരെണ്ണൂടെ ഉണ്ട്, അതുകൂടെ ചെയ്യാം. കണ്ട? ഇപ്പൊ നമ്മള് റൗണ്ട് സ്റ്റിച്ച് പഠിച്ച്. ഇത് നിങ്ങൾ ഓരോന്നും സാവധാനത്തിൽ പതുക്കെ ചെയ്യണം കേട്ടോ. ഇടയ്ക്കുള്ള നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഈ തുണിയുടെ നല്ല വശമാണിത്. നമുക്ക് അടിവശം കാണും, നോക്കാം. ഫ്രെയിമും ഇട്ടേക്കുന്നത് നോക്കാം. ഇത് കണ്ടോ? നമ്മൾ നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോൾ അടിയിലും ആ വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കുരുങ്ങി കാണാൻ ഭംഗി ഉണ്ടാവില്ല. നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോഴേ അത് ആദ്യം ഏത് തുണിയിൽ ചെയ്തോ നമ്മൾ മോൾ ഭാഗം നല്ല ഭാഗം ചെയ്തതുപോലെ തന്നെ അടിഭാഗവും ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ നൂലെല്ലാം കൂടെ കുരുങ്ങി നിൽക്കും. ഇതിപ്പം ഈ ഡിസൈൻ്റെ അടിഭാഗം കണ്ടോ? നേരെ അടിയിൽ മഞ്ഞ നൂലായിട്ട്, ബോബിൻ കേസിൽ മഞ്ഞ നൂലായിട്ട്, മുകളിൽ ആ റോസ് കളർ നൂല് തന്നെ. ഓക്കെ, ഇങ്ങനെ പല ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത്രയും പഠിക്കാം കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഈ മെഷീൻ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. മെഷീൻ ഉള്ളവരും ചെയ്തവരും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഇത് നമുക്ക് കമ്പ്യൂട്ടർ മെഷീനേക്കാളും ഈ മെഷീനാകുമ്പോൾ അത്രയും റേറ്റ് ഇല്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. അപ്പം വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എൻ്റെ ഓരോ ക്ലാസ്സും ഞാൻ ഓരോ ഡിസൈൻ ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിച്ചതിന് ശേഷമേ ഡിസൈനിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ബ്ലൗസിൻ്റെ നെക്കിലും ചുരിദാറിൻ്റെ നെക്കിലും സാരിയുടെ ഒക്കെ ഡിസൈനൊക്കെ എടുക്കണമെങ്കിൽ ബേസിക് കാര്യങ്ങൾ പഠിക്കണം. അതും നമുക്ക് തുടർന്നുണ്ടാവും കേട്ടോ. ആദ്യം ബേസിക് ഓരോ ലീഫും ഓരോ തണ്ടും പൂവും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് വലിയ ഡിസൈനൊക്കെ വരച്ച് തയ്ക്കാം. ഡിസൈനൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് പറയാൻ അതെല്ലാം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്തു നോക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് നോക്കി അതിൻ്റെ മനസ്സിലായെങ്കിൽ ആയില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. എന്താ ആയോ, ഞാൻ എന്താ അതിൻ്റെ മനസ്സിലാവാത്ത പോയിന്റ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുക. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം. തുടർന്ന് വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ.